നമ്മള് നല്ല എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങള് കണ്ണനും അപ്പുവും കൂടെ ഒരു മൂവി വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാരന്റ്സ് ഫ്രണ്ട്സ് ആണ്. അപ്പൂടെ അമ്മയും അവരൊക്കെ സിംഗേഴ്സ് ആണ്. സോ ലൈക് ലോങ് ബാക്ക് നമ്മള് അപ്പ അമ്മയും ഷോസിനൊക്കെ പോയിക്കൊണ്ടിരുന്ന ടൈം മുതലുള്ള പരിചയമാണ്. ഫ്രണ്ട്ഷിപ്പ് കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങള് എപ്പോഴൊക്കെ അപ്പു ചെന്നൈയിൽ വന്നാലും മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഇപ്പൊ ആള് പക്ഷെ ഐ എം വെരി പ്രൗഡ് ഓഫ് ഹർ. ഐ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് പീപ്പിൾ ഞാൻ വിഷ് ചെയ്തു അവാർഡ് കിട്ടിയപ്പോ തന്നെ. അത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാനും പറ്റി അവാർഡ് കിട്ടിയതിന് ശേഷം. സോ അപ്പുനെ ഞാൻ ബൊമ്മിന്ന് വിളിക്കുന്നത്. സോ ആൻഡ് ഷീസ് ഇൻക്രെഡിബ്ലി ടാലന്റഡ്. ആള് ഒരു ഫയർ ക്രാക്കർ പോലെയാണ്. കറക്റ്റ് ആളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഷീ ക്യാൻ ബ്ലാസ്റ്റ്. കറക്റ്റ് അത് ഡയറക്ടർ ടാപ്പ് ചെയ്യണം. ഐശ്വര്യ ലക്ഷ്മി ഇതേപോലെ കണ്ണനും ഐഷും കൂടെ വർക്ക് ചെയ്ത് വന്നുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അതിന്നും വെരി സ്ട്രോങ് ആയിട്ട് പോകുന്നൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോ ഞങ്ങൾ പൊന്നിയിൻ സെൽവന്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് കണ്ടു. സോ ഐഷു ശരിക്കും ഡാർലിംഗ് ആണ്. അതാണ് കമന്റ്. കാരണം നമ്മള് സിനിമയെ കാണുമ്പോ നമുക്ക് ഡാർലിംഗ് തന്നെ വിളിക്കാൻ തോന്നും. നേരിട്ടും പ്രോപ്പർ ഡാർലിംഗ് ആണ്. പൊന്നിയിൻ സെൽവയിൽ അഭിനയിച്ചെന്നൊരു ഗോസിപ്പ് കേട്ടല്ലോ, ശരിയാണോ? ഒട്ടുമല്ല. I mean, I wish, but കാളിദാസ് ലാസ്റ്റ് വരാൻ നിൽക്കുമായിരുന്നു. ലാസ്റ്റ് അവസാനം വന്ന് കയ്യിൽ പെട്ടത് കാളിദാസ്. ലവിംഗ് ബ്രദർ, ബെസ്റ്റ് ഫ്രണ്ട്. ആക്ച്വൽ ലൈക് ഭയങ്കര ലൈക് ബെസ്റ്റ് ഫ്രണ്ട്, ലൈക് മോർ ദാൻ ആൻ എൽഡർ ബ്രദർ, ബെസ്റ്റ് ഫ്രണ്ട്. നല്ല ഡീസന്റ് ആയ കുട്ടികളായിരുന്നു. ഒരിക്കലും ഡീസന്റ് അല്ലായിരുന്നു. ഇപ്പോഴും അല്ലല്ലോ. ഇപ്പോഴും നന്നായിട്ടില്ല. ഇപ്പോഴും അല്ല. സോ ഞങ്ങൾ ഒരുപാട് പ്രാങ്ക് ചെയ്യുമായിരുന്നു. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ മാസ്ക് ഇട്ടിട്ട് പേടിപ്പിക്കുക, ഈ പ്ലാസ്റ്റിക് പാമ്പിനെ വിടുക. ഓഹോ, ഇപ്പോഴാണ് യൂട്യൂബിൽ പ്രാങ്ക് കയറി. നിങ്ങൾ അപ്പോഴേ ട്രൈ ചെയ്തായിരുന്നല്ലേ? ഞങ്ങൾ അന്ന് വീഡിയോ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് മറ്റേ വലിയ വീഡിയോ ക്യാമറ സ്റ്റാൻഡിലൊക്കെ വെച്ച്. ഇതിൽ ആരാണ് ഇരയാവുന്നത്? യൂഷ്വലി ഞങ്ങളുടെ വീട്ടിൽ പാവൊരു ചേച്ചിയുണ്ട്, പാവൊരു ചേച്ചി. ആ ചേച്ചിയാ മോസ്റ്റ്ലി. എല്ലാ പ്രാവശ്യം പേടിക്കുകയും ചെയ്ത് 100ാമത്തെ പ്രാവശ്യം പേടിപ്പിച്ചാലും പാവം പേടിക്കും, വീണ്ടും പേടിക്കും, പിന്നെയും പേടിക്കും. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ചെയ്യില്ല. പിന്നെ ഒരിക്കലും പേടിപ്പിക്കാൻ പറ്റാത്ത ഒരാള് അമ്മയാ. അമ്മയ്ക്ക് അറിയാം ഈ പണി. ഇതിന്റെ ഞങ്ങൾ പ്ലാനിങ് ചെയ്യുമ്പോ തന്നെ അമ്മയ്ക്ക് അറിയാം ഞങ്ങൾ എന്തിനാ റൂട്ട് വർക്ക് ഇടുന്നെന്നുള്ളത് നേരത്തെ അറിയാം. അപ്പൊ കാര്യമുള്ള കാര്യത്തിനെ അമ്മ ടെൻഷൻ അടിക്കുകയുള്ളൂ. ലാസ്റ്റ് വന്ന കയ്യിൽ പെട്ട മീനാക്ഷി ദിലീപ്. ഷീസ് മൈ ബേബി സിസ്റ്റർ. ഉണ്ടായിരുന്നെങ്കിൽ മീനാക്ഷി ആണെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? ഇവള് മീനൂട്ടി ഇവിടെ ഷീ സ്റ്റഡിങ് ഫോർ MBBS. അപ്പോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഇടയ്ക്കിടയ്ക്ക് അല്ല, ഞങ്ങൾക്ക് പണ്ട് മുതലേ അറിയാം, വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോ ഇവിടെ ചെന്നൈയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈക് വി ഗോ ഔട്ട് ടുഗദർ. ഞാൻ ഡ്രൈവ് ചെയ്ത് അവളെ ഹോസ്റ്റലിൽ ചാടിക്കും, എന്നെ വിളിച്ച് വഴക്ക് പറയും, അങ്ങനെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കും. അങ്ങനത്തെ ഒക്കെ ഞങ്ങളുടെ ഒരു ഫൺ കഥകളുണ്ട്. മീനാക്ഷി നമ്മളങ്ങനെ നന്നാക്കി ഇടത്തല്ലേ, നമ്മുടെ റൂട്ടിലേക്ക് നമ്മുടെ റൂട്ടീനിലോട്ട് കൊണ്ടുപോകുന്നത്. സോ മീനൂട്ടി ഈസ് മൈ ബേബി സിസ്റ്റർ. റീസെന്റ് ആയിട്ട് ജയറാമേട്ടൻ ലൈക്ക് പല ഇന്റർവ്യൂസിലും പറയുന്നുണ്ടായിരുന്നു, മാളവിക്ക് ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ പറയാൻ വരനെ ആവശ്യമുണ്ടോ, ഇതിൽ കല്യാണി പ്രിയദർശന് പകരം. വൈ യു ഡിഡ്ന്റ് ചൂസ് ദാറ്റ്? എനിക്ക് എപ്പോഴും ആക്ടിങ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും അറിയാം ഞാൻ കുറച്ച് നല്ല വെയിറ്റ് ഉള്ള കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഒരു ബോഡി ഇമേജ് ഇഷ്യൂ, ഒരു കോൺഫിഡൻസ് കുറവൊക്കെ കാരണം ഇടയ്ക്ക് പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു സിനിമയിലേക്ക് വരണം എന്ന്. പിന്നെ ഇപ്പൊ കുറെയൊക്കെ നമ്മുടെ ബോഡി പോസിറ്റിവിറ്റി അതൊക്കെ കാരണം തന്നെ ഇപ്പൊ എല്ലാരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. ടാലന്റ് ഉള്ള എല്ലാരെയും വെൽക്കം ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻഡസ്ട്രി ഇപ്പൊ. പിന്നെ ഞാൻ കുറെ വർക്ക്ഷോപ്പിനൊക്കെ പോയി, പിന്നെ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തു, പിന്നെ കുറെ മോഡലിംഗ് ഒക്കെ ചെയ്തു. അപ്പൊ ആവശ്യത്തിന് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അതിലപ്പോ കണ്ണനും അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതിലപ്പോ ഒരുപാട് ഫൺ. അപ്പ പറയുന്നതിനെക്കാട്ടിലും എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഒരു 3 വയസ്സുണ്ടാവും. അപ്പൊ ഷൂട്ടിംഗ് കാണാൻ ഞാനും അമ്മയും പോയിരുന്നു. ഗോവയിലായിരുന്നു ഫുൾ ഷൂട്ടിംഗ്. കണ്ണനും കുഞ്ഞാണ്. കണ്ണന് 4-5 വയസ്സുണ്ട്. അപ്പോ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യിപ്പിച്ച് വേണം അടുത്ത സീൻ ചെയ്യാൻ. അപ്പൊ സത്യനന്ദിക്കാട് അങ്കിളാണെങ്കിൽ കണ്ണനെ തോളത്ത് കയറ്റിയിരുത്തിയാലേ
കണ്ണൻ എന്താ അടുത്ത സീൻ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അപ്പോ ഷോട്ട് സ്പോട്ട് മാറുമ്പോ സത്യനങ്കിൾ കണ്ണനെ ഇങ്ങനെ തോളത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ നീങ്ങുന്നത്, ഓരോരോ ഷോട്ട് നീങ്ങി ചെയ്യുന്നത്. എന്നിട്ട് ഷോട്ട് പറയുമ്പോ ഇറക്കി താഴെ വിടും, പോയി അഭിനയിക്കും, പിന്നെയും തിരിച്ചു കയറി. അങ്ങനെ നടൻ അപ്പൊ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തൊരു മൂവിയാണ്. അതിനുള്ള റെക്കഗ്നിഷൻ കിട്ടാത്തൊരു പടമൊന്നും പറയാം, പക്ഷെ അതിനെപ്പറ്റി ഇന്ന് ഇവിടെ പറയണ്ട, പിന്നെ അതൊരു സീരിയസ് ടോപ്പിക് ഇപ്പം. പിന്നെ ഫണ്ണി എലിമെന്റ്. അപ്പൊ ഇതൊരു ഫണ്ണി അല്ല, ഇത് ആക്ച്വലി അതിൽ ടുവേർഡ്സ് ദി എൻഡ് അപ്പ ഇങ്ങനെ ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങിപ്പോവും, ഒരുപാട് ബാഡ് എക്സ്പീരിയൻസസ് ആവുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, എന്നിട്ട് ഒരുപാട് അമ്പലങ്ങൾ ഇങ്ങനെ തീർത്ഥാടനം പോലെ ഇങ്ങനെ പോവും. സോ അപ്പോ അതൊക്കെ ഒരു ക്യാമറ ഓൺ ദ ഗോ വെച്ചിട്ടായിരുന്നു അത് ഫുൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ ഒരു അമ്പലത്തിന്റെ വാതിക്ക് ഈ ചെരുപ്പ് എന്താ പറയാ, ഈ ചെരുപ്പ് ക്ലീൻ ചെയ്യുന്ന, ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ചെരുപ്പ് കളക്ട് ചെയ്ത് വെക്കുന്നവർക്ക് നമ്മളിങ്ങനെ ഈ തുട്ടു പൈസ കൊടുക്കും, 1 പൈസ എന്തെങ്കിലും, 1 രൂപ വല്ലതും വെച്ച്. അപ്പൊ ആ ഒരു ഫുൾ ക്രൗഡഡ് ആയിരുന്നു. മധുര ഉടുപ്പി എവിടെയോ അമ്പലത്തിലായിരുന്നു ഷൂട്ട് നടന്നത്. ഇത് കഴിഞ്ഞിട്ട് വന്നപ്പോ അപ്പ പറഞ്ഞ ഒരു സ്റ്റോറിയാണ് ഇത്, ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ. സോ ഈ ഡയറക്ടർ സാർ പറഞ്ഞു, ജെറം അവിടെ പോയിരുന്നോ, ക്യാമറ എവിടെങ്കിലും ഞങ്ങൾ ഓൺ ദ ഗോ വെച്ചോളാം, ജസ്റ്റ് ഇതാണ് ചെയ്യേണ്ടത്, എന്ത് വരുന്നതോ അങ്ങനെ തന്നെ ഫ്ലോയില് പൊയ്ക്കോട്ടെ. അപ്പൊ അവിടെ അന്ന് വിസിറ്റ് ചെയ്യാൻ വന്ന ഏതോ ഒരു ഫാമിലി, ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ഫാമിലി ആക്ച്വലി ഈ അവരുടെ ഷൂ ക്ലീൻ ചെയ്ത് കൊടുത്തു, ഷൂ ക്ലീൻ ചെയ്ത് കാലിൽ ഇടിപ്പിച്ചു കൊടുത്തു അവരുടെ. എന്നിട്ട് അവരൊരു കോയിൻ കൊടുത്തു, ആ കോയിൻ ഇപ്പോഴും ഉണ്ട് പേഴ്സില്. ആക്ച്വലി ഒരാളുടെ ഷൂസ് തുടച്ച് ഇട്ട് കൊടുത്തതിന്റെ ഒരു ഹാർഡ് ഏൺഡ് പൈസ ആയിട്ട് ഇപ്പോഴും